പ്രവർത്തനക്ഷമമല്ല. അതിന്റെ അവകാശങ്ങളെക്കാളേറെ അതിന്റെ കടമകളെക്കാളേറെ അതിന് അവകാശങ്ങളെ പറ്റിയാണ് അതിന്റെ തൊഴിലാളികളുടെ ഒരു പ്രധാന ചിന്ത. ഇവിടുത്തെ ട്രേഡ് യൂണിയൻ സംസ്കാരം തൊഴിലാളികളെ ഒന്നിനൊന്നിന് പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറ്റി സമരങ്ങളിലേക്കൊക്കെ നയിച്ച് മൂലധന നിക്ഷേപം ഇല്ലാതാക്കുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംശയം, ഇത് തൊഴിലാളികളെ മാത്രം നമ്മൾ ഒരു വശത്ത് നിർത്തി കാണണോ? എനിക്ക് നമ്മളുടെ ഒരു ചരിത്രം ഈ ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റുകൾ നമ്മൾ മുതലാളികൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന ആ ഒരു ഇതിൽ വെച്ച് ക്യാപിറ്റലിസം പൊതുവിൽ എൻലൈറ്റൻഡ് അല്ല. അതിനൊരു വിശാലമായ സാമൂഹിക പ്രതിബദ്ധത അത് പ്രദർശിപ്പിച്ചിട്ടില്ല. അത് പലപ്പോഴും വളരെ ചുരുങ്ങിയ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് സ്വന്തം പ്രവർത്തികളെ ഒതുക്കി നിർത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ രാജ്മോഹൻ അതിനോട് എങ്ങനെ പ്രതികരിക്കും? ബേസിക് ആയിട്ട് പറയുന്ന കറക്റ്റാണ്. ഈ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കേരളയിലാണ്. അത് ദാറ്റ് മീൻസ് ഈ എല്ലാ ആളുകളും എവിടെയോ പോയി വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. എവരിബഡി ഹാസ് എ വാച്ച്. എല്ലാവർക്കും ഒരു ചെരുപ്പുണ്ട്. അത് ഈ സോ കോൾഡ് ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയിൽ ഇല്ലാത്ത കാര്യമാണ്. ആകെപ്പാടെ ക്ലിന്റൺ ഒരു സ്റ്റേറ്റിനെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ ഇൻ എ സ്പീച്ച്, ദാറ്റ് ഇസ് കേരള. സോ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഇവിടെ ആണെങ്കിൽ വർക്ക് ഇല്ലാന്നോ ആ ഒരു കൾച്ചർ ഇല്ലാന്നോ നമ്മളെ ആളുകളായി ഹോൾ ഓഫ് മിഡിൽ ഈസ്റ്റ് പോയി ബിൽഡ് ചെയ്തതോ അതോ അമേരിക്കയിൽ ചെന്നിട്ട് നല്ല ഡോക്ടേഴ്സോ എവ്രിവെയർ ഓൾ ഓവർ ദി വേൾഡ്. നമുക്ക് കേരളയ്ക്ക് ഒരു ജോഗ്രഫിക്കൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു എൻഡ് ഓഫ് ദി കൺട്രിയാ. ആ കൺട്രിയിൽ ഇപ്പോൾ ഒരു സ്റ്റീലും കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനോ സിമെന്റ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്താൽ വി വിൽ ബി മോർ എക്സ്പെൻസീവ്. എക്കണോമിക്കലി വി ആർ അൺഏബിൾ ടു ആ ഏരിയാസിലോട്ട് അല്ലായിരിക്കണം നമ്മളുടെ കോൺസെൻട്രേഷൻ. അത് ഇപ്പൊ ഈ ലാസ്റ്റ് 50 or 60 years നമ്മൾ അത് കണ്ടുപിടിച്ചു. നമ്മൾ രണ്ട് മേഖലകൾ വി ഹാവ് ചോസൻ, വിച്ച് ഇസ് ബോത്ത് ടൂറിസം ആൻഡ് IT. അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. എനി എക്സസ് ഓഫ് പീപ്പിൾ ഷുഡ് ഗോ outside the state and work. That is the only way that we can do it, and we have done much better than any other state in the country. അതെ രാജ്മോഹൻ, പക്ഷെ അതിനകത്ത് ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ മൂലധന നിക്ഷേപകർ ഉണ്ടല്ലോ, ഇവിടുത്തെ ക്യാപിറ്റലിസ്റ്റ്, അവര് അവരുടെ ഓവറോൾ കടമകളോടുള്ള അവരുടെ സമീപനം, അതിനെ രാജ്മോഹൻ എങ്ങനെയാണ് കാണുന്നത്? അതൊരു വിശാല മനസ്കതയും ഇല്ല നമ്മളുടെ ഇന്ത്യയില്. അതുകൊണ്ട് ഇവിടെ ഒരാൾ ബിസിനസ് ചെയ്താൽ ബേസിക് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കത്തില്ല. ദാറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ബിസിനസ്. അങ്ങനെയാണ്. ബിക്കോസ് നമ്മൾ കേരളം ഒരു റബ്ബർ ഉണ്ടായിരുന്നു. ഓൾ ദി ക്യാഷ് ക്രോപ്സ് വെച്ച് മാത്രമായിരുന്നു നമ്മൾ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയില് ഓൾ ദി പവർഫുൾ ആൻഡ് സക്സസ്ഫുൾ പീപ്പിൾ ലൈസൻസ് രാജ്യത്തിലുണ്ടായിരുന്നു. ടാറ്റയോ ബെർല, അവർക്ക് എന്തോ ഒരാൾക്ക് മാത്രമേ കാർ ഉണ്ടാക്കാൻ, രണ്ടുപേർക്ക് മാത്രമേ കാർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഒന്നേ അംബാസഡർ അല്ലെങ്കിൽ ഫിയറ്റ്. എവരിബഡി ഈസ് ഫോഴ്സ്ഡ് ടു പർച്ചേസ്. സോപ്സ് ഉണ്ടാക്കുന്നെങ്കിൽ ഗോദ്രേജ് അല്ലെങ്കിൽ ടാറ്റ. Everybody is forced to purchase. അത് കേരളത്തിന് again we had a disadvantage economically because Delhi was very far away. അവിടെ ബോംബെന്നോ ഡൽഹിന്നോ ഒരാൾക്ക് പോയി ഒരു ലൈസൻസ് എടുക്കാൻ പറ്റുന്ന പോലെ നമുക്ക് പവർ ഇല്ല. നമ്പർ ഓഫ് MPs economically ഇപ്പം ടൂറിസം ഐഡന്റിഫൈ ചെയ്തു. All the 6 5-star hotels of ഹോട്ടൽസ് അത് കൂടുന്നതേ ഉള്ളൂ. എല്ലാ ഗുഡ് ഹോട്ടൽസ് ഇന്ന് ഇവിടെ മുത്തൂറ്റ് പോയാലും റൂമില്ല. 3500 ബേസിക് റൂം പെർ നൈറ്റ്. അത് വരെ റൂമില്ല. സോ ചില മേഖലകളിലാണ് നമ്മളുടെ ആ മേഖലയിൽ ഇപ്പൊ താജിന്റെ ഹോട്ടൽസിൽ ഒരു ദിവസം സ്ട്രൈക്ക് വരെ വന്നിട്ടില്ല ഫോർ ദി ലാസ്റ്റ് 8 പ്രോബ്ലം. അത് തന്നെ കാഷ്യൂ ഫാക്ടറി വിച്ച് ഹാസ് സോ മച്ച് ഓഫ് വർക്കേഴ്സ്, അത് തന്നെ മേജർ ഒരു ബ്രേക്ക് ഡൗൺ ഓഫ് കാഷ്യൂ ഫാക്ടറി ലാസ്റ്റ് 11 years വന്നിട്ടേ ഇല്ല. അപ്പൊ അതിന്റെ മുമ്പേ ഡെഫിനറ്റ് ആയിട്ട് നക്സലിസം എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടായിരുന്നപ്പം ഇത് എന്റെ ഒരു രീതിയിൽ ഒരു അഡോളസെന്റ് പീരിയഡ് ഓഫ് ഗ്രോത്ത് ആയിരുന്നു. ആ പീരീഡിൽ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു, എസ്പെഷ്യലി കേരള പോലെ ഒരു ഇന്റലക്ച്വൽ മൈൻഡിന് ദേ ഡിഡ് നോട്ട് നോ വിച്ച് വാസ് റൈറ്റ്
whether the capitalism was right or communism was right എന്നുള്ള ഒരു സിറ്റുവേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്, ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. എസ്പെഷ്യലി ഈ മിഡിൽ ഈസ്റ്റിൽ പോയ ആ സമയം അല്ല നമ്മൾ പഠിച്ചത്. ടുഡേ ദ പീപ്പിൾ നോ ദാറ്റ് ഞാനാണ് എപ്പോഴെല്ലാം ഫ്ലൈറ്റിൽ തിരിച്ചു വരുന്നു, whenever I get an opportunity to talk to somebody I talk. ഈ പ്രാവശ്യം ഒരാൾ തിരിച്ചു വരിക ഫ്രം ദ ഹി സേസ് വാട്ട് ഇസ് ദ യൂസ് ഓഫ് എനിക്ക് അവിടെ 8,000 rupees സാലറി സൗദി അറേബ്യ കിട്ടുന്നത് ഇവിടെ 2,000 കിട്ടുന്നത് സെയിം ആണ്. There is no question. And first ആയിട്ട് they have started understanding that. മറ്റൊരു 8,000 rupees they would not spend any money. വളരെ ദാരിദ്ര്യം പിടിച്ച് അവിടെ ജീവിച്ചിട്ട് ഇത് മുഴുവനും സേവ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇരിക്കുകയാണ്. ഇന്ന് they are much more comfortable. എന്നിട്ട് എന്തോ കുട്ടികൾ എല്ലാവരും IT പ്രൊഫഷണൽസോ അതോ ടൂറിസത്തിലുള്ള കുട്ടികൾ നല്ല ജോലിയാണ്. ഇപ്പം ടെക്നോ പാർക്കിൽ പോയ എല്ലാവർക്കും 5,000 to 40,000 rupees are salaries. When they go to Bangalore, their salaries goes from 30,000 to 1 lakh. പിന്നെന്താ വേണം? അപ്പൊ ഇതിന്റെ ഉള്ളില് ഇതിനോടനുബന്ധിച്ച് ഇപ്പൊ കേരളത്തിലെ തൊഴിലാളികളെ പൊതുവില് നമ്മൾ ആദ്യം പറഞ്ഞ പ്രശ്നം തന്നെ, ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും ഇവിടെ ചെറിയ അഴിമതിയൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും പണിയെടുക്കാതിരിക്കുന്ന അവർ പോലും ഇവിടെ നിന്ന് ചിലപ്പോൾ അവധിയെടുത്ത് ഒരു മറുനാട്ടിൽ പോയിട്ട് ഗൾഫിലോ അല്ലെങ്കിൽ വെറുതെ കേരളം വിട്ടുപോയിട്ട് ഡൽഹിയിലോ ബോംബെയിലോ പോലും പോയി ചെന്നാൽ പോലും അവർ വളരെ ഉത്സാഹികളായിട്ടുള്ള ജോലിക്കാരും വളരെ ഉൽപാദന താല്പര്യരുമായിട്ടിരുന്നു. ഇത് അപ്പൊ ഈ കേരളത്തിലെ എന്തുകൊണ്ട് കേരളത്തിൽ ഇത് ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടാകാത്തത്? എനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ട് ആളുകൾക്ക് വർക്ക് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റും എഫിഷ്യന്റും ഉള്ള ആളുകളാണ്. ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഈ എക്കണോമിക്കലി അൺവയബിൾ ആകുമ്പോൾ എന്തോത്തിൽ പോയി ജോലി ചെയ്യും? ചെയ്യുന്ന ജോലി ഇപ്പൊ ഞാൻ പറയട്ടെ, സർക്കാർ ഉദ്യോഗം സർക്കാരിന്റെ ശമ്പളം ജോലി ചെയ്യുമ്പോൾ ജോലിയില്ല, 8 hours ജോലിയില്ല. സോ ഹി ഈസ് ബേസിക്കലി അൺഹാപ്പി. നമ്മളാണെങ്കിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആളുകളെ കാണുന്ന ഇസ് ദി ഫാമർ ഹു ഗെറ്റ്സ് ഇൻ ദ മോർണിംഗ്, ഗോസ് ആൻഡ് ടിൽ ദി ഈവനിങ്, കംസ് ബാക്ക് ആൻഡ് സ്ലീപ്സ്. ഇവിടെ ജോലി ഇല്ലെങ്കിൽ അയാൾക്ക് എന്തുവാണ് ഏറ്റവും വലിയ നമുക്ക് ഒരാളെ കഷ്ടപ്പെടുത്തേണ്ടത്? ഫുഡ് കൊടുക്കുക, ഉടുപ്പം ഇതുമെല്ലാം കൊടുക്കുക, ജോലി കൊടുക്കാതെ ഇരുന്നാൽ മാത്രം മതി. രാജ്യം പറയണത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും യഥാർത്ഥത്തിൽ ആവശ്യത്തിന് ജോലി ഇല്ല. They are not happy. അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ഇന്ന് എന്റെ കൂടെ ഞാൻ പേര് പറയുന്നില്ല ബിക്കോസ് ഹി മൈറ്റ് ഹാവ് പ്രോബ്ലം. ഹി ഈസ് എ PT sir in the school. എന്റെ കൂടെ ഓടാൻ വരുമെന്ന് രാവിലെ. He said he wants to go to Dubai and work. ഹോളിഡേ എടുക്കണം, ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഹോളിഡേ എടുക്കണം. എന്തിനാന്ന് വെച്ചാൽ he feels that ഇവിടെ ഒരു ശമ്പളം കിട്ടുന്ന which is almost like a right. He has the ability to take a holiday. അവിടെ ചെന്ന് ഈ 20,000 നാച്ചുറൽ സേവിങ് അവിടെ ചെന്ന് കഷ്ടപ്പെടാനായിട്ട് തയ്യാറായിട്ട് ആ സെയിം ഓപ്പർച്യൂണിറ്റി കേരളയിലുണ്ടെങ്കിൽ ഹി വിൽ ഡു ഇറ്റ്. അപ്പൊ അത് റെമ്യൂണറേഷന്റെ കൂടെ ഒരു പ്രശ്നമല്ലേ വാസ്തവത്തില്? ഒരു ഹയർ റെമ്യൂണറേഷൻ കിട്ടുകയാണെങ്കിൽ ഇവരൊക്കെ കുറച്ചുകൂടെ താല്പര്യരാകുമോ? എങ്ങനെ ഗവൺമെന്റിൽ കൂടുതൽ ജോലി ചെയ്ത വിൽ ഹി ഗെറ്റ് 20,000 rupees? He will, what he is getting 6,000 is fixed. അപ്പൊ ബേസിക് ആയിട്ട് he is willing to work hard, work under severe conditions if he is willing to get more. അതാ ഈ ക്യാപിറ്റലിസത്തിന്റെ ബേസിസ്. The basis is you work more, you get more.